ഓം ശാന്തി 14/2/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, അന്തർമുഖിയായി തന്റെ മംഗളത്തെക്കുറിച്ച് ചിന്തിക്കൂ. ചുറ്റിക്കറങ്ങാൻ പോകുമ്പോൾ ഏകാന്തമായി വിചാരസാഗര മന്ഥനം ചെയ്യൂ. സ്വയത്തോട് ചോദിക്കൂ, ഞാൻ സദാ സന്തുഷ്ടമാണോ? ചോദ്യം: ദയാമനസ്കനായ ബാബയുടെ കുട്ടികൾ സ്വയത്തിനു മേൽ എങ്ങനെയുള്ള ദയയാണ് കാണിക്കേണ്ടത്? ഉത്തരം: ഏതുപോലെ ബാബയ്ക്ക് ദയയുണ്ടാകുന്നു, എന്റെ കുട്ടികൾ മുള്ളിൽ നിന്ന് പുഷ്പമായി തീരണം. ബാബ കുട്ടികളെ പുഷ്പത്തിന് സമാനമാക്കി മാറ്റുന്നതിനായി എത്രയാണ് പ്രയത്നിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കും തന്റെ മേൽ ദയ തോന്നണം. നമ്മൾ ബാബയെ വിളിച്ചിരുന്നു, അല്ലയോ പതീത പാവന, വരൂ, പുഷ്പമാക്കി മാറ്റൂ. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പുഷ്പമായി മാറിക്കൂടാ? ദയ തോന്നുന്നുവെങ്കിൽ ദേഹി അഭിമാനിയായിരിക്കും. ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അത് ധാരണ ചെയ്യും. ഓം ശാന്തി. ഇത് കുട്ടികൾ മനസ്സിലാക്കുന്നു. ബാബ അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവാണ്. ബാബ കുട്ടികളോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തെയും ഏണിപ്പടിയുടെ ചിത്രത്തെയും കാണുന്നുണ്ടോ? എപ്പോഴാണോ ഈ രണ്ട് ചിത്രത്തെയും കാണുന്നത്, അപ്പോൾ ലക്ഷ്യവും മുഴുവൻ ചക്രവും ബുദ്ധിയിലേക്ക് വരുന്നു. നമ്മൾ ദേവതയായി മുഴുവൻ ഏണിപ്പടിയും താഴേക്ക് ഇറങ്ങി വന്നു. ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. നിങ്ങൾ വിദ്യാർത്ഥികളാണ്. ലക്ഷ്യം തൊട്ടു മുന്നിലുണ്ട്. ആര് വന്നാലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ, ഇതാണ് ലക്ഷ്യം. ഈ പഠിപ്പിലൂടെയാണ് ദേവതകളായി തീരുന്നത്. പിന്നീട് 84 ജന്മത്തിന്റെ ഏണിപ്പടി താഴേക്ക് ഇറങ്ങുന്നു. വീണ്ടും ആവർത്തിക്കണം. വളരെയധികം സഹജമായ ജ്ഞാനമാണ്. എന്നിട്ടും പഠിച്ച് എന്തുകൊണ്ട് തോറ്റുപോകുന്നു? ആ ഭൗതികമായ പഠിപ്പിനേക്കാളും ഈ ആത്മീയ പഠിപ്പ് വളരെ സഹജമാണ്. ലക്ഷ്യവും 84 ജന്മത്തിന്റെ ചക്രവും തൊട്ടു മുന്നിലുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളും സ്വീകരണ മുറിയിലും ഉണ്ടായിരിക്കണം. സേവനം ചെയ്യുന്നതിനായി സേവനത്തിനുള്ള ആയുധവും ആവശ്യമാണ്. മുഴുവൻ ജ്ഞാനവും ഇതിൽ തന്നെയുണ്ട്. ഈ പുരുഷാർത്ഥം നമ്മൾ ഇപ്പോഴാണ് ചെയ്യുന്നത്. സത്തോ പ്രധാനമായി തീരുന്നതിനായി വളരെയധികം പ്രയത്നിക്കണം. ഇതിൽ അന്തർമുഖിയായി വിചാരസാഗര മന്ഥനം ചെയ്യണം. ചുറ്റിക്കറങ്ങാനായി പോകുമ്പോഴെല്ലാം ബുദ്ധിയിൽ ഇതായിരിക്കണം. എല്ലാവരും നമ്പർ വൈസ് ആണെന്ന് ബാബയ്ക്കറിയാം. ആരെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ തന്റെ നന്മയ്ക്കായി പുരുഷാർത്ഥവും ചെയ്യുന്നു. ഇവർ നന്നായി പഠിക്കുമെന്ന് ഓരോ വിദ്യാർത്ഥികളും മനസ്സിലാക്കും. സ്വയം പഠിക്കുന്നില്ലെങ്കിൽ തനിക്ക് നഷ്ടം വരുത്തി വെക്കുകയാണ്. സ്വയത്തെ യോഗ്യതയുള്ളവരാക്കി മാറ്റണം. നിങ്ങളും പരിധിയില്ലാത്ത ബാബയുടെ വിദ്യാർത്ഥികളാണ്. ഈ ബ്രഹ്മാവും പഠിക്കുകയാണ്. ഈ ലക്ഷ്മി നാരായണനാണ് പദവി. 84 ജന്മങ്ങളുടെ ചക്രത്തിന്റെയാണ് ഈ ഏണിപ്പടി. ഇതാണ് ആദ്യത്തെ നമ്പറിലെ ജന്മം. ഇതാണ് അവസാന നമ്പറിലെ ജന്മം. നിങ്ങൾ ദേവതയായി മാറുന്നു. ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ മുന്നിലുള്ള ലക്ഷ്യത്തെക്കുറിച്ചും ഏണിപ്പടിയെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കൂ. ദിവസേന വന്ന് ഇതിനു മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ സ്മൃതിയുണ്ടാകും. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, പരിധിയില്ലാത്ത ബാബയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. മുഴുവൻ ചക്രത്തിന്റെയും ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര സന്തോഷത്തോടെ ഇരിക്കണം. സ്വയത്തോട് ചോദിക്കണം, എന്തുകൊണ്ട് എനിക്ക് ആ അവസ്ഥ ഉണ്ടാകുന്നില്ല? എന്ത് കാരണം കൊണ്ടാണ് സന്തോഷത്തോടെ ഇരിക്കുന്നതിൽ വിഘ്നം സംഭവിക്കുന്നത്? ആരാണോ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ ബുദ്ധിയിലും ഉണ്ടായിരിക്കും, ഇത് നമ്മുടെ ഭാവിയിലെ പദവിയാണ്. ഇതാണ് നമ്മളുടെ ലക്ഷ്യം. ഇത് 84 ജന്മങ്ങളുടെ ചക്രമാണ്.
സഹജ രാജയോഗം എന്ന മഹിമയുമുണ്ട്. ഇതാണ് ബാബ ദിവസേന മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണെങ്കിൽ സ്വർഗത്തിന്റെ സമ്പത്ത് തീർച്ചയായും നേടണം. മുഴുവൻ ചക്രത്തിന്റെ രഹസ്യത്തെയും മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായും ഓർമ്മിക്കണം. പിന്നീട് സംസാര രീതിയും വളരെ നല്ലതായിരിക്കണം. പെരുമാറ്റം വളരെ നല്ലതായിരിക്കണം. നടക്കുമ്പോഴും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ബുദ്ധിയിൽ ഇത് മാത്രമായിരിക്കണം: നമ്മൾ ബാബയുടെ അടുത്ത് പഠിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന്. ഈ ജ്ഞാനം തന്നെയാണ് നിങ്ങൾ കൂടെ കൊണ്ടു പോകേണ്ടത്. പഠിപ്പ് സഹജമാണ്. എന്നാൽ പൂർണമായി പഠിക്കുന്നില്ലെങ്കിൽ ടീച്ചർക്ക് തീർച്ചയായും ഈ ചിന്ത ഉണ്ടായിരിക്കും. അഥവാ ക്ലാസ്സിൽ വളരെയധികം കുട്ടികൾ അസമർത്ഥരാണെങ്കിൽ എന്റെ പേര് മോശമാകും, പ്രതിഫലം ലഭിക്കുകയില്ല, ഗവൺമെന്റ് ഒന്നും തന്നെ നൽകില്ല. ഇതും സ്കൂളല്ലേ, ഇവിടെ പ്രതിഫലത്തിന്റെ കാര്യമില്ല. എങ്കിലും പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുകയല്ലേ. സ്വഭാവത്തെ ശ്രേഷ്ഠമാക്കൂ, ദൈവീ ഗുണത്തെ ധാരണ ചെയ്യൂ. വ്യക്തിത്വം വളരെ നല്ലതായിരിക്കണം. ബാബ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ബാബയുടെ ശ്രീമത്തനുസരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുന്നില്ല. ശ്രീമതം പറയുന്നു ഇവിടേക്ക് പോകൂ, എന്നാൽ പോകുന്നില്ല. പറയുന്നു ഇവിടെ ചൂടാണ്, ഇവിടെ തണുപ്പാണ്. ബാബയെ തിരിച്ചറിയുന്നില്ല. ആരാണ് നമ്മളോട് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. ബുദ്ധിയിൽ ഈ സാധാരണ രഥമാണ് വരുന്നത്. ആ ബാബ, അതായത് ശിവ ബാബ, ബുദ്ധിയിലേക്ക് വരുന്നില്ല. വലിയ വലിയ രാജാക്കന്മാരെ എല്ലാവരും എത്രത്തോളം പേടിക്കുന്നു. ഉയർന്ന അധികാരമുണ്ട്. ഇവിടെ ബാബ പറയുന്നു, ഞാൻ ഏഴകളുടെ നാഥനാണ്. രചയിതാവായ എന്നെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ചും ആർക്കും തന്നെ അറിയില്ല. എത്രയധികം മനുഷ്യരാണ്, എങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളാണ് പറയുന്നത്, എന്തെല്ലാമാണ് ചെയ്യുന്നത്. ഭഗവാൻ ആരാണ് എന്നതുപോലും അറിയുന്നില്ല. അത്ഭുതമല്ലേ? ബാബ പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിൽ പ്രവേശിച്ച് സ്വയത്തിന്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തിന്റെയും പരിചയം നൽകുന്നു. 84 ജന്മങ്ങളുടെ ഈ ഏണിപ്പടി എത്ര വ്യക്തമാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഇതുപോലെ ആക്കി മാറ്റിയിരുന്നു, ഇപ്പോൾ വീണ്ടും അതുപോലെ ആക്കുകയാണ്. നിങ്ങൾ പവിഴ ബുദ്ധികളായിരുന്നു, പിന്നീട് നിങ്ങളെ ആരാണ് കല്ലുബുദ്ധികളാക്കി മാറ്റിയത്? പകുതി കൽപ്പമായി രാവണ രാജ്യത്തിൽ നിങ്ങൾ താഴേക്ക് വീണുകൊണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി തീർച്ചയായും മാറണം. വിവേകം പറയുന്നുണ്ട്, ബാബയാണ് സത്യം. ബാബ തീർച്ചയായും സത്യം മാത്രമേ പറയൂ. ഈ ബ്രഹ്മാവും പഠിക്കുകയാണ്, നിങ്ങളും പഠിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നു, ഞാനും വിദ്യാർത്ഥിയാണ്, പഠനത്തിൽ ശ്രദ്ധ നൽകുന്നു. കൃത്യമായ കർമാതീത അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇത്രയും ഉയർന്ന പദവി നേടുന്നതിനായി പഠിത്തത്തിൽ ശ്രദ്ധ നൽകാത്തവരായി ആരുണ്ടാകും? ഇങ്ങനെയുള്ള പദവി തീർച്ചയായും നേടണമെന്ന് എല്ലാവരും പറയും. ബാബയുടെ കുട്ടികളാണ് നമ്മൾ, അതുകൊണ്ട് തീർച്ചയായും അധികാരികളായിരിക്കണം. ബാക്കി പഠിത്തത്തിൽ തീർച്ചയായും ഉയർച്ചയും താഴ്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ പൂർണമായ സാരമാണ് ലഭിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ പഴയ ജ്ഞാനം തന്നെ ആയിരുന്നു. പതുക്കെ പതുക്കെ നിങ്ങൾ മനസ്സിലാക്കി വന്നു. സത്യമായ ജ്ഞാനമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബയും പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഗൂഹ്യമായ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആർക്കും ജീവൻ മുക്തി നേടാൻ സാധിക്കില്ല. മുഴുവൻ ജ്ഞാനത്തെയും എടുക്കാൻ സാധിക്കില്ല. ആദ്യം ഈ ഏണിപ്പടിയുടെ ചിത്രം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇങ്ങനെയെല്ലാമാണ് ചക്രം കറങ്ങിയതെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്.
നമ്മൾ തന്നെയാണ് സ്വദർശന ചക്രധാരി. ബാബ നമ്മൾ ആത്മാക്കൾക്ക് മുഴുവൻ ചക്രത്തിന്റെയും രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. ബാബ പറയുന്നു, നിങ്ങളുടെ ധർമ്മം വളരെയധികം സുഖം നൽകുന്നതാണ്. ബാബ തന്നെയാണ് വന്ന് നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നത്. മരണം തൊട്ടുമുന്നിൽ നിൽക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ സുഖത്തിന്റെ സമയം വന്നിരിക്കുന്നത്. ഈ വിമാനവും വൈദ്യുതിയുമൊന്നും മുൻപ് ഉണ്ടായിരുന്നില്ല. അവർക്കിവിടെ സ്വർഗം പോലെയാണ്. എത്ര വലിയ വലിയ കൊട്ടാരമാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് വലിയ സുഖമാണെന്ന് കരുതുന്നു. ലണ്ടനിലേക്കെല്ലാം എത്ര പെട്ടെന്നാണ് എത്തിച്ചേരുന്നത്. ഏതുവരെ ആരെങ്കിലും അവർക്ക് സ്വർഗം സത്യുഗമാണെന്നും കലിയുഗത്തെ ഒരിക്കലും സ്വർഗമെന്ന് പറയില്ല എന്നും മനസ്സിലാക്കി കൊടുക്കുന്നുവോ, അതുവരെ ഇതുതന്നെ സ്വർഗമെന്ന് കരുതിയിരിക്കുന്നു. നരകത്തിൽ ആരെങ്കിലും ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും പുനർജന്മവും നരകത്തിൽ തന്നെ ആയിരിക്കും എടുക്കുക. മുൻപ് നിങ്ങളും ഈ കാര്യം മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നു. രാവണ രാജ്യം വരുമ്പോൾ നമ്മൾ താഴേക്ക് അധപതിക്കാൻ ആരംഭിക്കുന്നു. എല്ലാ ദുർവികാരങ്ങളും വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനം ലഭിച്ചു. അതുകൊണ്ട് പെരുമാറ്റവും വളരെ രാജകീയമായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ സത്യയുഗത്തിലുള്ളതിനേക്കാളും മൂല്യമുള്ളവരാണ്. ജ്ഞാനസാഗരനായ ബാബ മുഴുവൻ ജ്ഞാനവും ഇപ്പോഴാണ് നൽകുന്നത്. മറ്റൊരു മനുഷ്യനും ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കില്ല. കൂട്ടിക്കലർത്തി ശാസ്ത്രങ്ങൾ പഠിക്കുന്നതാണ് ജ്ഞാനമെന്നും പൂജകൾ ചെയ്യുന്നതാണ് ഭക്തിയെന്നുമാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബാബ പുഷ്പമാക്കി മാറ്റാൻ എത്രയാണ് പ്രയത്നിക്കുന്നത്. കുട്ടികൾക്കും ദയ തോന്നണം. നമ്മൾ ബാബയെ വിളിച്ചിരുന്നു, പതിതരെ വന്ന് പാവനമാക്കൂ, പുഷ്പ സമാനമാക്കൂ. ഇപ്പോൾ ബാബ വന്നുവെങ്കിൽ സ്വയവും ദയ കാണിക്കണം. എന്താ നമുക്ക് ഇങ്ങനെയുള്ള പുഷ്പമായി മാറാൻ സാധിക്കില്ലേ? ഇതുവരേക്കും എന്തുകൊണ്ട് ഞാൻ ബാബയുടെ ഹൃദയസിംഹാസനത്തിൽ ഇരുന്നില്ല, ശ്രദ്ധ നൽകുന്നില്ല? ബാബ എത്ര ദയാമനസ്കനാണ്. വന്ന് പാവനമാക്കൂ എന്ന് പറഞ്ഞ് ബാബയെ വിളിക്കുന്നത് തന്നെ പതിത ലോകത്തിലേക്കാണ്. അപ്പോൾ എങ്ങനെയാണോ ബാബയ്ക്ക് ദയ തോന്നുന്നത്, അതുപോലെ കുട്ടികൾക്കും ദയ തോന്നണം. ഇല്ലെങ്കിൽ സദ്ഗുരുവിന്റെ നിന്ദകന് ഒരിക്കലും ഗതി പ്രാപിക്കാൻ സാധിക്കില്ല. ആരുടെയും സ്വപ്നത്തിൽ പോലും ഉണ്ടായിരിക്കില്ല സദ്ഗുരു ആരാണ് എന്നത്. മനുഷ്യർ ഗുരുക്കന്മാരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഗുരു ഒരിക്കലും ശപിക്കരുത്, ആ കൃപ കാണിക്കരുത് എന്ന്. കുട്ടി ജനിക്കുകയാണെങ്കിൽ ഗുരുവിന്റെ കൃപ കാരണമാണ് എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം അല്പകാലത്തെ സുഖത്തിന്റെ കാര്യങ്ങളാണ്. ബാബ പറയുന്നു, കുട്ടികളെ സ്വയത്തിന് മേൽ കൃപ കാണിക്കൂ. ദേഹി അഭിമാനി ആകുകയാണെങ്കിൽ ധാരണയും ഉണ്ടാകും. എല്ലാം ചെയ്യുന്നത് ആത്മാവ് തന്നെയാണ്. ജ്ഞാനം ആത്മാക്കളെയാണ് പഠിപ്പിക്കുന്നത്. സ്വയത്തെ ആത്മാവാണെന്ന് വ്യക്തമായി മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ബാബയെ ഓർമ്മിച്ചില്ല എങ്കിൽ എങ്ങനെ വികർമ്മം നശിക്കും? അല്ലയോ ഭഗവാനെ ദയ കാണിക്കൂ എന്ന് പറഞ്ഞു ഭക്തിമാർഗത്തിൽ പോലും ഓർമ്മിച്ചിരുന്നു. ബാബ മുക്തിദാതാവുമാണ്, വഴികാട്ടിയുമാണ്. ഇതും ബാബയുടെ ഗുപ്തമായ മഹിമയാണ്. ബാബ വന്ന് എല്ലാം തന്നെ പറഞ്ഞു തരികയാണ്. ഭക്തിമാർഗത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മിച്ചിരുന്നു. പക്ഷെ ഞാൻ വരുന്നത് എന്റെ സമയത്താണ്. തോന്നുമ്പോൾ വരാൻ സാധിക്കില്ല. ഡ്രാമയിൽ എപ്പോഴാണോ വരുന്ന കാര്യം അടങ്ങിയിട്ടുള്ളത് അപ്പോഴാണ് വരുന്നത്. ബാക്കി അത്തരം ചിന്തകളും ഒരിക്കലും വരുന്നില്ല. നിങ്ങളെ പഠിപ്പിക്കുന്നത് ബാബയാണ്. ബ്രഹ്മബാബയും ശിവബാബയിൽ നിന്നാണ് പഠിക്കുന്നത്. ബാബ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല, ആരെയും ദുഃഖിപ്പിക്കുന്നില്ല. ബാക്കി എല്ലാവരും സംഖ്യാക്രമത്തിലുള്ള ടീച്ചേഴ്സാണ്.
സത്യമായ ബാബ നിങ്ങൾക്ക് സത്യമാണ് പഠിപ്പിച്ചു തരുന്നത്. സത്യമായ അച്ഛന്റെ കുട്ടികളും സത്യമാണ്. പിന്നീട് അസത്യത്തിന്റെ കുട്ടികളായി തീരുന്നതിലൂടെ പകുതി കൽപ്പം അസത്യരായി മാറുന്നു. സത്യമായ ബാബയെ തന്നെ മറന്നുപോകുന്നു. ആദ്യമാദ്യം മനസ്സിലാക്കി കൊടുക്കൂ, ഇത് സത്യയുഗി പുതിയ ലോകമാണോ അതോ പഴയ ലോകമാണോ? അപ്പോൾ മനുഷ്യർ മനസ്സിലാക്കും, ഇവർ വളരെ നല്ല ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ സമയം എല്ലാവരിലും പഞ്ചവികാരങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. അവിടെ 5 വികാരങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്നതിനുള്ള വളരെ സഹജമായ കാര്യങ്ങളാണ്. പക്ഷെ സ്വയം തന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർ പ്രദർശനിയിൽ എന്തു മനസ്സിലാക്കി കൊടുക്കും? സേവനത്തിനു പകരം അവർ ഡിസർവീസ് ചെയ്തു വരും. പുറത്തുപോയി സേവനം ചെയ്യുക എന്നുള്ളത് ചിറ്റമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല. വളരെയധികം വിവേകം ആവശ്യമാണ്. ബാബയ്ക്ക് ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബാബ നമ്മുടെ അച്ഛൻ തന്നെയാണ്. എങ്കിലും ബാബയും പറയുന്നു, ഇങ്ങനെയാണ് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആര് തന്നെ വരികയാണെങ്കിലും ബ്രഹ്മകുമാരിയുടെ മനസ്സിലാക്കി കൊടുക്കൽ ശരിയാണ്. പേരും ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നാണ്. ബ്രഹ്മകുമാരിമാരുടെ പേര് തന്നെയാണ് പ്രശസ്തമാകേണ്ടത്. ഈ സമയം എല്ലാവരും 5 വികാരങ്ങളിൽ വീണിരിക്കുകയാണ്. അവർക്ക് പോയി മനസ്സിലാക്കി കൊടുക്കുക എത്ര ശ്രമകരമാണ്. ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. കേവലം ജ്ഞാനം വളരെ നല്ലതാണെന്ന് മാത്രം പറയുന്നു. സ്വയം മനസ്സിലാക്കുന്നില്ല. വിഘ്നത്തിന് പിറകെ വിഘ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് യുക്തികളും രചിക്കേണ്ടതായി വരുന്നു. പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തൂ, ചിത്രങ്ങൾ ഇൻഷ്യൂർ ചെയ്യൂ. ഇത് യജ്ഞമാണ്. ഇതിൽ തീർച്ചയായും വിഘ്നങ്ങൾ ഉണ്ടാകും. മുഴുവൻ പഴയ ലോകവും ഇതിൽ സ്വാഹ ആകണം. അല്ലെങ്കിൽ എന്തിനാണ് യജ്ഞം എന്നുള്ള പേര് വെച്ചിരിക്കുന്നത്? യജ്ഞത്തിൽ എല്ലാം തന്നെ സ്വാഹയായി തീരണം. ഇതിന്റെ പേര് രുദ്രജ്ഞാന യജ്ഞം എന്നാണ്. ജ്ഞാനത്തെ പഠിപ്പ് എന്നും പറയുന്നു. ഇത് പാഠശാലയുമാണ്, യജ്ഞവുമാണ്. നിങ്ങൾ പാഠശാലയിൽ പഠിച്ച് ദേവതയായി തീരുന്നു. പിന്നീട് സർവ്വതും ഈ യജ്ഞത്തിൽ സ്വാഹ ആയി തീരുന്നു. ആരാണോ ദിവസേന അഭ്യസിക്കുന്നത് അവർക്കേ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കൂ. അഥവാ അഭ്യാസമില്ല എങ്കിൽ അവർക്ക് എന്ത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും? ലോകത്തിലുള്ള മനുഷ്യർക്ക് ഇപ്പോഴാണ് സ്വർഗം, അല്പകാലത്തേക്കുള്ളതാണ്. നിങ്ങളുടെ സ്വർഗം പകുതി കൽപ്പത്തേക്കാണ്. ഈ ഡ്രാമയും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം അത്ഭുതമാണ്. ഇപ്പോൾ രാവണ രാജ്യം ഇല്ലാതായി രാമരാജ്യത്തിന്റെ സ്ഥാപന നടത്തുന്നു. ഇതിൽ യുദ്ധത്തിന്റെ കാര്യമൊന്നും തന്നെയില്ല. ഈ ഏണിപ്പടിയുടെ ചിത്രം കണ്ട് മനുഷ്യർ അത്ഭുതപ്പെടുന്നു. അപ്പോൾ ബാബ എന്തെല്ലാമാണ് മനസ്സിലാക്കി തന്നത്? ബ്രഹ്മാവും ശിവബാബയിൽ നിന്നും പഠിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പെൺമക്കളും മനസ്സിലാക്കി തരുന്നുണ്ട്. ആരാണോ വളരെയധികം പേരുടെ നന്മ ചെയ്യുന്നത് അവർക്ക് തീർച്ചയായും വളരെയധികം ഫലം ലഭിക്കുന്നു. പഠിച്ചവരുടെ മുന്നിൽ പഠിക്കാത്തവർ തലകുനിക്കുന്നു. ബാബ ദിവസേന മനസ്സിലാക്കി തരുന്നു, തന്റെ മംഗളം ചെയ്യൂ. ഈ ചിത്രങ്ങളെ മുന്നിൽ വയ്ക്കുന്നതിലൂടെ തന്നെ ലഹരി വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ബാബ തന്റെ മുറിയിൽ ഈ ചിത്രങ്ങൾ വച്ചിരിക്കുന്നത്. ലക്ഷ്യം എത്ര സഹജമാണ്. ഇതിൽ സംസ്കാരം വളരെ നല്ലതായിരിക്കണം. ഹൃദയം ശുദ്ധമാണെങ്കിൽ പ്രഭു സംപ്രീതനാകുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം.
ഒന്ന്, സദാ സ്മൃതിയിലുണ്ടായിരിക്കണം, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ വിദ്യാർത്ഥികളാണ്. ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് ബാബയുടെ പേരിനെ പ്രശസ്തമാക്കണം. തന്റെ പെരുമാറ്റം വളരെ കുലീനമായിരിക്കണം. 2, ബാബയ്ക്ക് സമാനം ദയാമനസ്കരായി തീർന്ന് മുള്ളിൽ നിന്ന് പുഷ്പമാകുകയും മറ്റുള്ളവരെയും പുഷ്പമാക്കി മാറ്റുകയും വേണം. അന്തർമുഖിയായി തന്റെയും മറ്റുള്ളവരുടെയും മംഗളത്തെക്കുറിച്ച് ചിന്തിക്കണം. വരദാനം: പ്രശ്നങ്ങളിൽ മനസ്സ് തകരുന്നതിനു പകരം വിശാല മനസ്കരായ ധൈര്യശാലികളായി ഭവിക്കട്ടെ. എന്തെങ്കിലും ശാരീരിക അസുഖങ്ങളോ മാനസിക പ്രയാസങ്ങളോ സാമ്പത്തികമോ തൊഴിൽപരമോ ആയ പ്രശ്നങ്ങളോ സേവനങ്ങളിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഒരിക്കലും മനസ്സ് തളരുന്നവരാകരുത്. വിശാല മനസ്കരാകൂ. എന്തെങ്കിലും കണക്കുകൾ വന്നു, വേദനകൾ വന്നു എങ്കിൽ അത് തന്നെ ചിന്തിച്ച് മനസ്സ് തകർന്ന് അവയെ വലുതാക്കരുത്. ധൈര്യശാലിയാകൂ. അയ്യോ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ധൈര്യം കളയരുത്. ധൈര്യശാലിയാണെങ്കിൽ ബാബയുടെ സഹായം തനിയെ ലഭിക്കും. സ്ലോഗൻ: ആരുടെയെങ്കിലും കുറവുകളെ കാണുന്ന കണ്ണുകൾ അടച്ച് മനസ്സിനെ അന്തർമുഖിയാക്കൂ. ഓം ശാന്തി.